ശ്രീ കെ സരൺകുമാർ, പി വി അൻവർ ആവർത്തിച്ചു പറയുന്നത് എം.ആർ. അജിത് കുമാർ, പി ശശി എന്നൊക്കെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് തനിക്കൊന്നും നേടാനില്ല എന്നുകൂടി പറയുന്നു. പക്ഷേ ഓരോ തവണ എം.ആർ. അജിത് കുമാർ എന്നും ഓരോ തവണ പി ശശി എന്നും പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയുടെ വകുപ്പിനെയും അതുവഴി മുഖ്യമന്ത്രിയും തന്നെയാണ് എന്തായാലും പി വി അൻവർ ലക്ഷ്യമിടുന്നത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ലക്ഷ്യമാണ്. ഏറ്റവും അവസാനം കടത്തി പറഞ്ഞത് എന്താണ് അഡ്വക്കേറ്റ് കെ സരൺകുമാർ? അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്ക് സ്വർണ്ണക്കടത്തിൽ നിന്നൊരു പങ്ക് കിട്ടുന്നുണ്ടോ എന്ന സംശയമുണ്ട് എന്നാണ്. ഏറ്റവും അവസാന മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത്രയും ഗുരുതരമായ ആരോപണം ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഒരു MLA-ക്ക് ഉന്നയിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും എല്ലാം അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ വാർത്തകൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം തുടങ്ങിയത്. അതിനുശേഷം മാധ്യമങ്ങൾ ഉയർത്തിയ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു. ഇവിടെ ശ്രീ പി വി അൻവർ ഉൾപ്പെടെ ഉയർത്തിയ പലതരത്തിലുള്ള പരാതികൾ, ആ പരാതികൾ ഈ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് കഴമ്പുണ്ടോ, തെളിവുകളുണ്ടോ, ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണോ എന്ന ഒരു നിഗമനത്തിലെത്താൻ കഴിയും. ഒരു സർക്കാർ ജീവനക്കാരനെതിരെ നടപടിയെടുക്കണമെങ്കിൽ സർവീസ് ചട്ടങ്ങളുണ്ട്, സർവീസ് നിയമങ്ങളുണ്ട്, ഡിസിപ്ലിനറി പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഒരു അച്ചടക്ക നടപടിയിലേക്ക് കടക്കാൻ കഴിയും. അത് സസ്പെൻഷൻ ആയാലും മാറ്റി നിർത്തലായാലും മറ്റു തരത്തിലുള്ള ഏത് നടപടിയായാലും. അപ്പോൾ ആരോപണം ഉയർന്നു എന്ന പശ്ചാത്തലത്തിൽ ധൃതി പിടിച്ച് നടപടിയെടുത്താൽ ആ സർക്കാർ ഉദ്യോഗസ്ഥന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോകാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോകാം, അത്തരത്തിലുള്ള നടപടിക്കെതിരെ സ്റ്റേ വാങ്ങാം. ആ പ്രൊസീഡിങ്സ് എല്ലാം പ്രഥമദൃഷ്ട്യാ തന്നെ പെട്ടെന്ന് തന്നെ ക്വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കും. പക്ഷേ കൃത്യമായി അന്വേഷണം നടത്തി അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിച്ചിട്ടാണ് നടപടിയെടുക്കുക എങ്കിൽ ആ അന്വേഷണ നടപടിയും അതുപോലെ അതിൻ്റെ തുടർ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യം വരും. കോടതിക്ക് മുമ്പിലും സസ്റ്റൈനബിളായിട്ട് നിലനിൽക്കുന്ന സാഹചര്യം വരും. അതുകൊണ്ട് ഇവിടെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ഏതെങ്കിലും തരത്തിൽ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കും. കഴിഞ്ഞ 8 കൊല്ലത്തിനുള്ളിൽ 150ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടിയെടുത്ത, ചിലവരെ സർവീസിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്ത, ആജീവനാന്ത വിടുതൽ കൊടുത്ത നടപടിക്രമങ്ങളെല്ലാം നമുക്ക് ഈ പോലീസുകാരുടെ കഴിഞ്ഞ 8 കൊല്ലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു തരത്തിലും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരിക്കില്ല ഗവൺമെന്റിൻ്റേത് എന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരോപണം വരുമ്പോഴേക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർന്ന ആരോപണം അത് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഒരു കൗണ്ടർ എന്ന നിലയ്ക്ക് പി വി അൻവർ മാധ്യമങ്ങളെ കാണുമ്പോൾ ഉന്നയിച്ച ആരോപണമാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. അതിലാണ് ഇത്രയേറെ കടത്തി പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് സ്വർണ്ണക്കടത്തിലൊരു പങ്ക് കിട്ടുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഏതാണ്ട് 1 മണിക്കൂർ എടുത്ത മാധ്യമങ്ങൾക്കുണ്ടായ ഒരു വാർത്താ പിശക ചൂണ്ടിക്കാണിച്ചു, നിശ്ചിതമായി വിമർശിച്ചു, കീറി മുറിച്ച് വിമർശിച്ചു, നശീകരണ മാധ്യമപ്രവർത്തനം എന്നുവരെ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് നിൽക്കാൻ ബാധ്യസ്ഥമാണ് അത്തരം ഒരു പിഴവുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ ഈ പറയുന്ന വ്യാജ വാർത്ത എന്ന് പറയുന്നത് മാധ്യമങ്ങൾ മാത്രം പ്രചരിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നല്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം സ്വർണ്ണക്കടത്തിൽ പങ്കുപറ്റുന്നുണ്ട് എന്ന് ഭരണപക്ഷത്ത് ഒരു MLA പറയുന്നത് വ്യാജവാർത്തയുടെ പരിധിയിൽ വരുന്ന ഒന്നാണോ? അത് ഡിഫമേഷന്റെ പരിധിയിൽ വരുന്ന ഒന്നാണോ? അത് രാഷ്ട്രീയമായ ധാർമ്മികതയുടെ ചോദ്യം ചെയ്യലിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണോ? അങ്ങനെയാണെങ്കിൽ തുടർച്ചയായി പി വി അൻവർ ഉന്നയിച്ച ഈ ആരോപണങ്ങളിൽ ഒന്നും എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടി വരുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ കേസെടുക്കാൻ ഒരുങ്ങുന്നതിനെ പറ്റിയും അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരുന്ന ഘട്ടത്തെക്കുറിച്ചും ഒക്കെ ഇന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നല്ലോ. പി വി അൻവർ പറയുന്നത് വ്യാജ വാർത്തയുടെ പരിധിയിലോ ഡിഫമേഷന്റെ പരിധിയിലോ കടന്ന ആരോപണങ്ങളുടെ പരിധിയിലോ ഒന്നും വരില്ലേ? ഇത് രണ്ടും രണ്ടാണ്. എത്ര സിമ്പിളായിട്ടാണ് മാധു പറയുന്നത് ഒരു വാർത്താ പിശക് എന്ന്. ഒരു വാർത്താ പിശകാണോ ഇവിടെ അവിട്ടം നാളിൽ രാവിലെ മുതൽ മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ പുറത്തു കൊണ്ടുവന്നത്, മറ്റു ചാനലുകൾ ഏറ്റെടുത്തത്? ഏതെങ്കിലും തരത്തിലൊരു പിശകാണോ? അധാർമിക മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന മാധ്യമങ്ങൾ പരസ്യമായി മാപ്പ് പറഞ്ഞ് ക്ഷമാപണം നടത്തി പോകേണ്ടി വന്ന സാഹചര്യങ്ങളില്ലേ? ഇപ്പോഴും മാപ്പ് പറയാൻ മടി കാണിക്കുന്ന മാധ്യമങ്ങളും നമ്മുടെ മുന്നിലില്ലേ? ഈ കേരളത്തിൽ, ഈ രാജ്യത്ത് ഈ നിയമം വന്നതിന് ശേഷം എല്ലാ ഗവൺമെന്റുകളും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സകല വിമർശനങ്ങളെയും
ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം മാധ്യമപ്രവർത്തനം നടത്തിയ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഞാൻ അതിന്റെ പൂർണ്ണമായ സത്തയിൽ അംഗീകരിക്കുന്നു. അത് തിരുത്തേണ്ട ആൾ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് എനിക്ക് കൃത്യമായ ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊന്നിലും ഒരു തരത്തിലുള്ള ന്യായീകരണവും പറയാൻ ഞാൻ ബാധ്യസ്ഥയുമല്ല, എനിക്കതിന് തീരുമാനവുമില്ല, എനിക്ക് അത്തരം താല്പര്യങ്ങളുമില്ല. അത് അങ്ങനെ തന്നെ ഞാൻ അംഗീകരിക്കുന്നു. എന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, മാധ്യമപ്രവർത്തകർ നടത്തിയത് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നത് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തെറ്റിന്റെ ഭാഗമായോ അജണ്ടയുടെ ഭാഗമായോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയോ വരുത്തിയത് അത്രമേൽ ഗൗരവമായ പിശകാണ്, ആവർത്തിച്ചു പറയുന്നു, അതിൽ തർക്കമില്ല. പക്ഷേ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർത്തിയ ആരോപണം ഏത് പരിധിയിൽ വരും? അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ വാർത്താ പിശക് അങ്ങ് അംഗീകരിക്കുന്നു, അങ്ങ് സമ്മതിക്കുന്നു, ഓക്കെ നിന്നോട്ടെ. പക്ഷെ വാർത്താ പിശക് എന്ന് പറഞ്ഞ് ലഘൂകരിക്കരുത്. അതൊരു പിശകല്ല, വ്യാജ വാർത്തയാണ്, ഒരു നശീകരണ വാർത്തയാണ്, ഈ കേരളത്തിലെയും ജനങ്ങൾക്കുമെതിരായിട്ടുള്ള വാർത്തയാണ്. അത് അംഗീകരിക്കണം, പരസ്യമായിട്ട് അംഗീകരിക്കണം. കാരണം മാതൃഭൂമിക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ വാക്കിനെയും ഞാൻ അങ്ങനെ തന്നെ വിലക്കെടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അത് പറയാനും അത് തിരുത്താനും അതിൽ ഉണ്ടാകുന്ന മുന്നറിയിപ്പ് നൽകാനും അത് എന്തായിരിക്കും ഇനി സർക്കാർ നിലപാടെന്ന് പറയാനും ബാധ്യതയുള്ള ആളാണ്, ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, ഇവിടെ ഉയർത്തപ്പെട്ട ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ മാത്രമാണ് പൊതുജന മധ്യത്തിലുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളില്ല. ഇപ്പൊ ഏതെങ്കിലും വിഹിതം കിട്ടുന്നുണ്ടോ എന്നൊക്കെ താങ്കൾ ചോദിക്കുന്നുണ്ടായി. അപ്പോൾ കൃത്യമായിട്ടൊരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഏതെങ്കിലും തരത്തിൽ ആക്ഷൻ എടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ എന്തെങ്കിലും വേണ്ടേ? ഒരു പ്രഥമ ദൃഷ്ട്യാ കേസ് വേണം. ഇവിടെ ഒരാരോപണം വന്നു, അത് പൊതുജന സമൂഹത്തിലുണ്ട്. കൃത്യമായി ഏറ്റവും ഉയർന്ന കേരളത്തിലെ നമ്പർ 1 പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ. ഏത് നിയമപീഠത്തിന്റെ മുന്നിൽ പോയാലും ഹിയർ ദി അതർ സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ഉയർന്ന ആരോപണത്തെ കുറിച്ചാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ കാര്യമായാലും ഇപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സർക്കാർ ഉദ്യോഗസ്ഥന്റെ പരിധിയിൽ തന്നെ വരുമല്ലോ. അദ്ദേഹം ചെയ്യുന്നത് ഒരു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിയോഗിച്ച ഒരു ചുമതല ചെയ്യുന്നു. എന്നിരുന്നാലും അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥന്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത്. നടപടിയെടുത്താൽ അദ്ദേഹം കോടതിയിൽ പോകും. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് പാർട്ടി രാഷ്ട്രീയമായി തീരുമാനമെടുത്ത് മാറ്റി നിർത്തിയാൽ പി ശശി കോടതിയിൽ പോകുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു ചുമതല വഹിക്കുന്ന ഒരാളെ ഏതെങ്കിലും തരത്തിൽ ഒരു തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ആരാണ് സമ്മതിക്കുക? താങ്കൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്ന് താങ്കളോട് ഒരു വിശദീകരണം ചോദിക്കാതെ, അല്ലെങ്കിൽ ഒരു പ്രഥമ ദൃഷ്ടിയ ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്ത് നടപടി സ്വീകരിക്കും? ഇന്ന് മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ നല്ല ബോധ്യവും തെളിച്ചവും ഉണ്ടായിരുന്നു. ആവർത്തിച്ചുള്ള ആരോപണങ്ങൾ ആവർത്തിക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിട്ട് പോലും മുഖ്യമന്ത്രി വാർത്താ മാധ്യമങ്ങളെ കണ്ട് ഏതാണ്ട് ഒരു മാസക്കാലത്തിന് ശേഷം ഇതെല്ലാം പറഞ്ഞതിന് ശേഷവും ഏറ്റവും ഗുരുതരമായ ആരോപണം PV അൻവർ ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൊള്ളയും കൊലയും നടത്തുന്ന സ്വർണ്ണക്കടത്ത് കേസിന്റെ പങ്കു പറ്റുന്നു എന്ന ആരോപണം ഒരു ഭരണകക്ഷി MLA ഉന്നയിച്ചിട്ട് അദ്ദേഹത്തിന് വളരെ സിമ്പിളായി നമ്മുടെ നിയമത്തെ, നമ്മുടെ സംവിധാനത്തെ നോക്കി ചിരിച്ചു കാണിക്കാൻ കഴിയും. എന്തൊരു പ്രിവിലേജ് ആണത്? ഇല്ല, ഇപ്പോ അല്ലല്ല, താങ്കൾ രണ്ടും അങ്ങ് കൂട്ടിക്കലർത്തുമ്പോൾ അതിൽ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവിനെ തെറ്റിദ്ധരിപ്പിച്ച് ആ ഉത്തരവ് ഇങ്ങനെയാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണല്ലോ ഇവിടെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാജ വാർത്ത സൃഷ്ടിച്ചത്. ഹൈക്കോടതിയുടെ പെൻഡിംഗ് നിൽക്കുന്ന ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നതും അതൊരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ബാധകമാകുന്നത് എങ്ങനെയാണ് എന്ന താരതമ്യമാണ് ചോദിച്ചത്. അങ്ങാണ് കൂട്ടിക്കുടയ്ക്കുന്നത്. അല്ല, ഞാൻ അതിലേക്ക് വരട്ടെ. അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾ നടത്തിയ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടത്തിയ നുണപ്രചരണവും വ്യാജ പ്രചരണത്തെ മുഖ്യമന്ത്രി പറഞ്ഞതും അതിനുശേഷം ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിനെ കൂട്ടിക്കലർത്തുന്ന അങ്ങയുടെ മനോഭാവത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അവിടെ കോടതി വിധിയെ വ്യാഖ്യാനം ചെയ്ത് കള്ളവാർത്ത സൃഷ്ടിച്ചത് അവിടെ നിൽക്കട്ടെ, അതവിടെ അംഗീകരിച്ചു. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും സംഭവിക്കാൻ പാടില്ലാത്തതുമായിരുന്നു. ഇവിടെ ഉയർന്നു വന്ന ഇപ്പൊ MLA അല്ല, ആര് ആരോപണം ഉന്നയിച്ചാലും പരാതി കൊടുത്താലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് അന്വേഷിച്ച് അതിൽ തെളിവ് ശേഖരിക്കണം. ഏതെങ്കിലും തരത്തിൽ പ്രമദ ദൃഷ്ട്യാ പ്രൈമാ ഫേസി കേസുണ്ടോ എന്നുള്ള ഒരു പരിശോധനകൾ നടത്തണം. അങ്ങനെ ഇപ്പൊ പത്തനംതിട്ട SP-ക്കെതിരെ അടക്കം വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. ആ വിജിലൻസ് അന്വേഷണം പ്രിലിമിനറി എൻക്വയറിയാണ്.
ഇവിടെ വിജിലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ പ്രകാരമാണ് അന്വേഷണം നടക്കുക. ആ പ്രിലിമിനറി എൻക്വയറിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ കേസ് രജിസ്റ്റർ ചെയ്യും. കേസ് രജിസ്റ്റർ ചെയ്താൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വരും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടേ മുന്നോട്ട് പോകാൻ കഴിയൂ. പരാതി കിട്ടുമ്പോഴേക്കും അപ്പൊ തന്നെ എന്തുകൊണ്ട് സ്ട്രിംജന്റ് ആക്ഷൻ എടുത്തില്ല എന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരിധിയിൽ വരുന്നത് കൊണ്ട് അന്വേഷണത്തിന് ശേഷം മാത്രം നടപടി എന്നുള്ളതാണ് സർക്കാരിന്റെ. എം ആർ അജിത് കുമാറിന് എങ്ങനെ ബാധകമാകുമോ അങ്ങനെ തന്നെയുള്ള നിലപാട് പി ശശിയുടെ കാര്യത്തിലും.